അടുത്തൊരു ക്വസ്റ്റ്യൻ, സാധുജന പരിപാലന യോഗത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. രേവതി പെട്ടത്താനം എന്താണ്, അതിനെ കുറിച്ച് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതും ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. വൈക്കം ഗുരുവായൂർ സത്യാഗ്രഹങ്ങളെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹലോ ഓൾ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്ക് MA മലയാളത്തില് കഴിഞ്ഞ ഒരു എക്സാം കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഏതാണ്? കേരള സംസ്കാര ചരിത്രം അല്ലേ. അപ്പൊ കേരള സംസ്കാര ചരിത്രം എക്സാം എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ, അതോ ഏകദേശം ഒരു ആവറേജ് ആയിരുന്നോ, ടഫ് ആയിരുന്നോ, എങ്ങനെയാണ്? ഞാൻ പലരോടും ചോദിച്ച സമയത്ത് ഓക്കെ ആയിരുന്നു, നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട് എന്നാണ് എല്ലാവരും പറഞ്ഞത്. അപ്പോൾ നമ്മൾ സൂം ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എഴുതാൻ പറ്റാതിരുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഇതൊരു ഹെൽപ്പ് ആവും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് 2025 ഏപ്രിൽ എക്സാമിന് നടന്നിട്ടുള്ളതാ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള കേരള സംസ്കാര ചരിത്രത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എന്താണ് 2 മാർക്കിന്റെയും 5 മാർക്കിന്റെയും 15 മാർക്കിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് വന്നത്. 1-2 ക്വസ്റ്റ്യൻസിൽ ചെറിയ ഡൗട്ട്സ് ഒക്കെ, ചിലപ്പോൾ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്താണ് ഏകദേശം പൊതുവിൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അപ്പോൾ എന്താണ് ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലെ, ക്വസ്റ്റ്യൻ പേപ്പർ. അതുപോലെ എന്താണ് 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ഒക്കെ നല്ല രീതിയിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത്, നമ്മൾ പറഞ്ഞിട്ടുള്ളതൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് പറഞ്ഞു പോവാം, ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. ഓക്കെ അല്ലേ? അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം അല്ലേ, ഏതെങ്കിലും 5 ചോദ്യത്തിന് അരപ്പുറത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അതിൽ 2 മാർക്കിന്റെ ചോദ്യമാണ്, 2 മാർക്ക് ഇതാണ് ആ ചോദ്യങ്ങൾക്കുള്ളത്. ഒരു 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിനകത്ത് നിന്ന് നമ്മൾ 5 ചോദ്യം മാത്രം എടുത്ത് എഴുതിയാൽ മതിയാവും അല്ലെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ജൂതശാസനത്തിന്റെ ചരിത്ര പ്രാധാന്യം പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ കേരളത്തിന്റെ ഉപാദാന സാമഗ്രികൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാസനങ്ങളെ കുറിച്ച് അല്ലെ, അല്ലെങ്കിൽ ചെപ്പേടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ജൂതശാസനത്തെ കുറിച്ചൊന്ന് പരാമർശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് അതിന്റെ ആൻസർ? ജൂതശാസനത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് എന്നുള്ളത്. ഓക്കെ അല്ലേ? ജോസഫ് റബാൻ എന്ന യഹൂദ വർത്തക പ്രമാണിക്ക് ചുങ്കവും മറ്റു നികുതികളും സ്വന്തമായി പിരിച്ചെടുക്കാനുള്ള അവകാശത്തിനും 72 പ്രത്യേക ആവശ്യങ്ങൾക്കും ഒപ്പം 5 വണ്ണ സ്ഥാനം അനുവദിച്ചു കൊടുത്തുകൊണ്ട് ഭാസ്കര രവി മനുകുലാദിത്യൻ, ആരാണ് അത് കൊടുത്തിട്ടുള്ളത്? ഭാസ്കര രവി മനുകുലാദിത്യൻ നൽകിയിട്ടുള്ള ചെപ്പേടാണ് ഈ ജൂതശാസനം എന്ന് പറയുന്നത്. അതായത് ജൂത വർത്തക പ്രമാണിയായിട്ടുള്ള യഹൂദർ എന്ന് പറയുന്നത് ജൂതരെയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ജോസഫ് റബ്ബാന് ചുങ്കം അതുപോലെ തന്നെ നികുതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ 5 വണ്ണ സ്ഥാനം, 5 വണ്ണ മണിഗ്രാമം എന്നൊക്കെ പറയുന്നത് കച്ചവട സംഘങ്ങളാണ് അല്ലെ, അതിന്റെയൊക്കെ സ്ഥാനം കൊടുത്തുകൊണ്ട് ഭാസ്കര രവി മനുകുലാദിത്യൻ, ആ ഒരു രാജാവ് നൽകിയിട്ടുള്ളതാണ് ഈ ജൂതശാസനം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ തന്നെ എഴുതുക. പിന്നെ എന്താണ്? ജൂത സമുദായത്തിന് വ്യാപാര രംഗത്തുണ്ടായിരുന്ന പദവിയും പ്രാമാണ്യവും ഇത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ ഒരു ജൂത സമുദായത്തിന് എന്താണ് വ്യാപാരത്തിൽ എത്രത്തോളം ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതാണ് ജൂതശാസനത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പൊ അരപ്പുറത്തിൽ എഴുതുക എന്ന് പറയുന്ന സമയത്ത് ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് എഴുതിയാൽ മാത്രം മതി. ഓക്കെ അല്ലേ? റെഡി ആണ് അല്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? മുഹീദ്ദീൻ മാല എന്ന കൃതിയുടെ ഭാഷാപരമായിട്ടുള്ള സവിശേഷതകൾ വ്യക്തമാക്കുക
വ്യക്തമാക്കുക എന്നുള്ളതാണ്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണല്ലേ അത്. അപ്പൊ മുഹിയുദ്ദീൻ മാല എന്താണെന്ന് നമുക്കറിയാം. ഖാസി മുഹമ്മദ് എഴുതിയിട്ടുള്ള ഒരു അറബി മലയാള കൃതിയാണല്ലേ. അപ്പോ എന്താണ് ഈ അറബി മലയാളം, അല്ലെങ്കിൽ ആ ഭാഷാപരമായിട്ടുള്ള സവിശേഷതയാണ് നമ്മൾ എഴുതേണ്ടത്. ഭാഷാപരമായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നത് അത് അറബി മലയാള കൃതിയാണ് എന്നുള്ളതാണ്. അപ്പൊ അത് വായിച്ചവർക്ക് അത് കൃത്യമായിട്ട് അത് എഴുതാൻ പറ്റും. എന്താണ്, കേരള ഭാഷയെ അറബി ലിപിയിൽ എഴുതുന്ന രീതിയാണ് അറബി മലയാളം എന്ന് പറയുന്നത്. അതായത് എന്താണ്, മലയാളത്തെ തന്നെ എന്താണ് അറബിയിൽ എഴുതുന്ന രീതി. അറബി ലിപി ആയിരിക്കും, പക്ഷെ വായിക്കുമ്പോൾ അത് മലയാളമാണ് ഉണ്ടാവുക. അതാണ് അറബി മലയാളം എന്ന് പറയുന്നത്. മുസ്ലിം സംസ്കാരവുമായി ബന്ധപ്പെട്ട മലയാള അക്ഷരങ്ങൾക്ക് പകരം അതേ ഉച്ചാരണമുള്ള അറബി പദങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ സാദൃശ്യമുള്ള അറബി അക്ഷരങ്ങൾക്ക് ചെറിയ പരിഷ്കാരം വരുത്തി പുതിയ അക്ഷരങ്ങൾ ഉണ്ടാക്കി പ്രയോഗിക്കുന്ന ഭാഷാ രീതിയാണിത്. അപ്പൊ ഭാഷയുടെ സവിശേഷതയാണത്. എന്താണ്, മലയാള അക്ഷരങ്ങൾക്ക് പകരം സെയിം ഉച്ചാരണമുള്ള അറബി പദങ്ങളൊന്നും ലഭ്യമല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ, സാദൃശ്യമുള്ള ഏകദേശം ഒപ്പിച്ചു പോകാൻ പറ്റുന്ന അറബി അക്ഷരങ്ങൾക്ക് ചെറിയ പരിഷ്കാരം വരുത്തിയിട്ട് നമ്മൾ പുതിയ അക്ഷരങ്ങൾ ഉണ്ടാക്കിയിട്ട് പ്രയോഗിക്കും. അതാണ് ഒരു സവിശേഷത, ഭാഷാപരമായിട്ടുള്ള മുഹിയുദ്ദീൻ മാലയുടെ സവിശേഷത എന്ന് പറയുന്നത്. പൊതുവിൽ അറബി മലയാളത്തിന്റെ സവിശേഷതയാണത്. മുഹിയുദ്ദീൻ മാല ഒരു അറബി മലയാള കൃതി ആയതുകൊണ്ട് തന്നെ ആ സവിശേഷത മുഹിയുദ്ദീൻ മാലയ്ക്കും ബാധകമാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ എന്താണ്, ഇത്തരത്തിൽ ഖാസി മുഹമ്മദ് എഴുതിയ അറബി മലയാള കൃതിയാണ് മുഹിയുദ്ദീൻ മാല എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയാണ് നമ്മുടെ ആ ഒരു മുഹിയുദ്ദീൻ മാലയുടെ ഭാഷാപരമായിട്ടുള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതും ഈസിയാണ്, പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. പിന്നെ അടുത്തത് രേവതി പട്ടത്താനം എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് സൂം ലൈവ് ക്ലാസ്സിലും അതുപോലെ തന്നെ യൂട്യൂബ് ലൈവിലും ഒക്കെ നമ്മൾ ഈ സെയിം ഡിസ്കസ് ചെയ്തതാണ് 2 മാർക്കിന് അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് എഴുതാൻ പറ്റിയിരിക്കണം എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും നമുക്ക് നോക്കാം, ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം എന്താണ് രേവതി പട്ടത്താനം എന്നുള്ളത്. എന്തായിരുന്നു, തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടത്തിയിരുന്ന പണ്ഡിതന്മാരുടെ മത്സരങ്ങളുടെ വാർഷിക സഭയാണ് രേവതി പട്ടത്താനം. അതൊരു മത്സര പരീക്ഷ പോലെയാണ് അല്ലേ. അത് എവിടെയാണ് നടത്തുന്നത്? കോഴിക്കോട് തളിക്ഷേത്രത്തിലാണ് നടത്തിയിരുന്നത്. രേവതി നക്ഷത്രത്തിലാണ്, അതുകൊണ്ടാണ് രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാകേന്ദ്രം കൂടിയാണ് ഈ രേവതി പട്ടത്താനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മികവുറ്റ പണ്ഡിതന്മാർക്ക് സാമൂതിരി ഭട്ടസ്ഥാനം രേവതി പട്ടത്താനമാണല്ലോ, അത് പട്ട എന്ന് പറയുന്നത് ഭട്ട എന്നുള്ള രീതിക്കായിരിക്കാം ആ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോ എന്താണ്, സാമൂതിരി ഭട്ടസ്ഥാനം എന്താ പറയാ, ഈ മികവ് തെളിയിക്കുന്ന പണ്ഡിതന്മാർക്കൊക്കെ ഈ ഭട്ടസ്ഥാനം അതുപോലെ തന്നെ പണവും ഒക്കെ കൊടുത്ത് ആദരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യവും അതിനകത്ത് പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ രേവതി പട്ടത്താനത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എഴുതേണ്ടതുണ്ട്. അതുപോലെ മീമാംസ, വേദാന്തം, വ്യാകരണം എന്നീ വിഷയങ്ങളിലാണ് മത്സരങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് അതിനോട് അനുബന്ധിച്ച് കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള രേവതി പട്ടത്താനത്തെ കുറിച്ചുള്ള ആ ഒരു കാര്യമാണ്. സെയിം ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഇതും അതേപോലെ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധുജന പരിപാലന സംഘം കുറിപ്പെഴുതുക എന്നുള്ള സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് എവിടെ വന്നിട്ടുള്ളത്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ളത്. അപ്പൊ ഇതും നിങ്ങൾ ചാടി കയറി എഴുതിയിട്ടുണ്ടാവും അല്ലേ. അപ്പൊ എന്തായാലും ജസ്റ്റ് അതും കൂടി ഒന്ന് പറഞ്ഞു പോവാം. എന്താണ് സാധുജന പരിപാലന സംഘം കുറിപ്പെഴുതുക? അപ്പൊ നമുക്കറിയാം എന്താ സാധുജന പരിപാലന സംഘം, ഒരു നവോത്ഥാന പ്രസ്ഥാനമാണല്ലേ. 1907 അയ്യങ്കാളി SNDP യോഗത്തിന്റെ മാതൃകയിൽ സാധുജന പരിപാലന സംഘം ആരംഭിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസ്ഥാനമായിരുന്നു ഏത്, SNDP എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു മാതൃകയിലാണ് സാധുജന പരിപാലന സംഘം അയ്യങ്കാളി ആരംഭിച്ചത് എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ പ്രവർത്തന പരിപാടിയിലെ മുഖ്യ ഇനം എന്ന് പറയുന്നത് എന്തായിരുന്നു, മുഖ്യ ലക്ഷ്യം? വിദ്യാലയ പ്രവേശന സ്വാതന്ത്ര്യമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അധസ്ഥിതർക്കും വിദ്യാഭ്യാസം പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസമാണ് പ്രധാനമായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ
അതുപോലെ തന്നെ സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി എന്ന് പറയുന്നത്. അതുപോലെ 1938 ഇതിന്റെ പേര് എന്താക്കി മാറ്റിയിട്ടുണ്ട്? പുലേ മഹാസഭ എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ കുറിപ്പ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ 10 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട്, ഇവിടെ 2 പ്രവർത്തനം കൊണ്ട് വന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഓക്കെ, 10 കൊല്ലത്തെ പ്രവർത്തനം കൊണ്ട് 17,000 കുട്ടികളെ സ്കൂളിൽ ചേർത്തു എന്നുള്ളതാണ്. അതുപോലെ പുലേ സ്ത്രീകൾ കല്ലുമാല അറുക്കാനുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. പുലേ സ്ത്രീകളുടെ കല്ലുമാല സമരം ഉണ്ടല്ലോ, അതിനൊക്കെ ഈ സാധുജന പരിപാലന സംഘം നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ ഇതും നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? യൂട്യൂബ് ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ അല്ലേ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നിവർത്തന പ്രക്ഷോഭത്തിലെ നിവർത്തനം എന്ന വിശേഷണത്തിന്റെ സാംഗത്യം പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നിവർത്തന പ്രക്ഷോഭം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ സൂം ലൈവിനകത്ത് അത് കൃത്യമായിട്ട് ഒരു 5 മാർക്ക് 10 മാർക്ക് ഒക്കെ കിട്ടുന്ന രീതിയിൽ എഴുതാൻ പറ്റുന്ന ഫുൾ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? നിവർത്തനം എന്ന വിശേഷണത്തിന്റെ സാംഗത്യം പരിശോധിക്കുക എന്നാണ്. നിവർത്തന പ്രക്ഷോഭം പഠിച്ചവർക്ക് ഇത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ അല്ലേ. അപ്പൊ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ് നമുക്കറിയാം, തിരുവിതാംകൂറിൽ 1930-38 കാലത്ത് നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭമാണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് അല്ലെ. അതിൽ 1932 ഭരണഘടന പരിഷ്കാരമാണ് ഇതിന് പ്രേരണയായിട്ടുള്ളത്. ഭരണഘടന പരിഷ്കരിച്ച സമയത്ത് എന്താണ്, സവർണർക്ക് മാത്രമായിരുന്നു ജോലിയിലൊക്കെ പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. ന്യൂനപക്ഷക്കാർക്കൊന്നും അത്തരം ജോലികളൊന്നും ലഭിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം അതിനെതിരെ ആയിട്ടുള്ള ഒരു സമരമാണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതാക്കുന്നതുമായ വിവേചനപരമായ വ്യവസ്ഥകൾ പുതിയ പരിഷ്കാരത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഭരണ പരിഷ്കാരത്തിൽ അത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ ഉൾപ്പെട്ടിരുന്നത് കൊണ്ട് 1932 പരിഷ്കാരത്തെ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ബഹിഷ്കരിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിവർത്തന പ്രക്ഷോഭം എന്താ ചെയ്തിട്ടുള്ളത്? ഭരണ പരിഷ്കാരത്തെ മുഴുവനായിട്ടും ബഹിഷ്കരിക്കുക എന്നുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇവിടെ ബഹിഷ്കരണം, വിട്ടു നിൽക്കൽ എന്നിങ്ങനെയൊക്കെയാണ് നിവർത്തനം എന്ന പദത്തിന്റെ വിശേഷണം വരുന്നത്. ആ ഒരു നിവർത്തനം എന്ന വിശേഷണം എന്തർത്ഥത്തിലാണ് വരുന്നത്? ബഹിഷ്കരണം അഥവാ വിട്ടുനിൽക്കൽ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. അത് ടെക്സ്റ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്. വിട്ടുനിൽക്കൽ എന്നുള്ള അർത്ഥത്തിലാണ് ഈ നിവർത്തന പ്രക്ഷോഭം, നിവർത്തനം എന്ന് പറയുന്നത് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഇതിന്റെ സാംഗത്യം അതല്ലെങ്കിൽ ഈ നിവർത്തനം എന്ന വിശേഷണത്തിന്റെ യോജിപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ എന്താണ്? സമുദായ പ്രാതിനിധ്യം എന്ന പരിമിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ വിട്ടുനിൽക്കൽ എന്ന് പറയുന്നത്. അതായത് എല്ലാവർക്കും ഒരുപോലെ പ്രാതിനിധ്യം ഉണ്ടാവണം. ജോലിയിലൊക്കെ ആയാലും സവർണർക്ക് മാത്രം ജോലി കിട്ടുക, അതുപോലെ തന്നെ ന്യൂനപക്ഷക്കാർക്ക് ജോലി കിട്ടാതിരിക്കുക, സംവരണമൊന്നും ഇല്ലാതിരിക്കുക എന്നുള്ള രീതിയിൽ ആയിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വിട്ടുനിൽക്കൽ ആണ് ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത്. അപ്പോൾ നിവർത്തനം എന്ന് പറയുന്ന ആ ഒരു പദത്തിന് അർത്ഥം വരുന്നത് അല്ലെങ്കിൽ അതിന്റെ ഏത് നിലയിലാണ് നമ്മൾ കാണുന്നത്? വിട്ടുനിൽക്കൽ. പല പല അർത്ഥങ്ങളുണ്ട് കേട്ടോ നിവർത്തനത്തിന്. അപ്പൊ ഇവിടെ വിട്ടുനിൽക്കൽ അല്ലെങ്കിൽ ബഹിഷ്കരണം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു സമരത്തിന് വളരെ യോജിച്ചതാണ്. കാരണം എന്താണ്? പ്രാതിനിധ്യം കൂടുതലുള്ള നായന്മാർ ഈഴവർക്കും മറ്റും സ്ഥാനാർത്ഥിത്വം ഒഴിഞ്ഞു നൽകിക്കൊണ്ട് കൂടുതൽ അധികാരങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറാൻ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്ന് കേസരി ബാലകൃഷ്ണ പിള്ള നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ആ ഒരു ഭരണ പരിഷ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേസരി ബാലകൃഷ്ണ പിള്ള അടക്കമുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇത്തരത്തിൽ ഒരു വിട്ടുനിൽക്കൽ നയമാണ് നിവർത്തന പ്രക്ഷോഭ സമരക്കാർ സ്വീകരിച്ചത് എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ നിവർത്തനം എന്ന വിശേഷണം ഈ പ്രക്ഷോഭത്തിന് യോജിച്ചതാണ് എന്ന് നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റും. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി സൂം ലൈവ് ക്ലാസ്സിൽ നിവർത്തന പ്രക്ഷോഭത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ചൊക്കെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ്? പതിറ്റുപ്പത്തിനെ കുറിച്ച് ചെറുകുറിപ്പ് തയ്യാറാക്കുക. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്താണ്? സൂം ലൈവിനകത്ത് എന്താണ് കേരളത്തിന്റെ ഉപാദാന സാമഗ്രികൾ പറഞ്ഞ സമയത്ത് നമ്മൾ തമിഴ് കൃതികളെ കുറിച്ചും അതുപോലെ തന്നെ പതിറ്റുപ്പത്ത് സംഘം കൃതികളെ കുറിച്ചും അതിൽ പതിറ്റുപ്പത്തിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? സംഘകാല സാഹിത്യം കേരള ചരിത്ര നിർമ്മിതിക്ക് വിലപ്പെട്ട വസ്തുതകളാണ് പ്രദാനം ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. നമുക്കറിയാല്ലേ, സംഘകാലത്തെ കുറിച്ചുള്ള അറിവുകളൊക്കെ സംഘം കൃതികളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അകനാനൂറ്, പുറനാനൂറ്, ചിലപ്പതികാരം, പതിറ്റുപ്പത്ത് തുടങ്ങിയ കൃതികളിലെല്ലാം കേരളീയ പാരമ്പര്യത്തിന്റെ അടിവേരുകൾ നമുക്ക് ദർശിക്കാനാവും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ഒരു അരപ്പുറത്തിൽ തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് പോയിന്റുകൾ മാത്രം എഴുതി വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ആൻസർ അല്ലെങ്കിൽ ആ ഒരു ആശയം നമുക്ക് കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ നമ്മൾ കുറച്ചൊന്ന് വിശദീകരിച്ച്, പക്ഷെ ഒരുപാട് കൂടുതലായി പോകരുത്. അപ്പൊ ആ ഒരു രീതിയിൽ എഴുതണം. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്താണ്? ചേര രാജാക്കന്മാരായിട്ടുള്ള 10 പ്രമുഖരെ ഓരോ പാട്ടിലായി പരിചയപ്പെടുത്തുന്ന പതിറ്റുപ്പത്ത് ഇതിൽ സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പതിറ്റുപ്പത്ത് എന്താണ്? 10 രാജാക്കന്മാരെ കുറിച്ച് ഓരോ പാട്ടിലായിട്ട് പറയുന്നതാണ്. ചേര രാജാക്കന്മാരെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. അതുപോലെ 10 കവിതകൾ 10 പാട്ടുകൾ വീതം എഴുതി സമാഹരിച്ചതാണ് ഇത് എന്ന് പറയുന്നു. അതുപോലെ ഇതിന്റെ ആദ്യത്തെയും അന്ത്യത്തിലെയും പാട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഇപ്പോൾ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ആദ്യത്തെയും അന്ത്യത്തിലെയും പാട്ടുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കിട്ടിയിട്ടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഈ ഗ്രന്ഥത്തെ ആധാരമാക്കിയിട്ടാണ് ചേര രാജ ചരിത്രം പുനർനിർമ്മിക്കുന്നത്. ചേര രാജാക്കന്മാരെ കുറിച്ച് അറിയുന്നത് എങ്ങനെയാണ്, അവർ എന്തൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഭരണ സംവിധാനങ്ങൾ അവർ പുതുതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അവരുടെ ഭരണം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഈ പതിറ്റുപ്പത്തിൽ നിന്നാണ് നമുക്ക് കാര്യങ്ങൾ കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ആ ഒരു 10 ചേര രാജാക്കന്മാരുടെ പേരുകൾ ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുള്ള പേരുകൾ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഇതിപ്പോ ഞാൻ 10 എണ്ണവും പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? ഉദിയൻ ചേരലാതൻ, നെടും ചേരലാതൻ, പാലിയാനൈ, ചെൽക്കെഴുകൊട്ടുവൻ. ഇവിടെ ചെളി എന്നാണ്, ചെൽന്നാണ് കേട്ടോ, ജസ്റ്റ് ഒന്ന് മാറിപ്പോയതാണ്. ചെൽക്കെഴുകൊട്ടുവൻ. പിന്നെ നാർമുടി ചേരൽ, വേൽക്കെഴുകുട്ടുവൻ, ആടുകോട് പാട്ട് ചേരലാതൻ, ചെൽവക്കടും കോവാഴിയാതൻ, പെരും ചേരൽ ഇരുമ്പുറേ, ഇളം ചേരൽ ഇരുമ്പുറേ, പിന്നെ എന്താണ്? യാനെ കട്ചൈ, മാന്തരം ചേരൽ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 10 രാജാക്കന്മാരെ കുറിച്ച്, ചേര രാജാക്കന്മാരെ കുറിച്ചാണ് പതിറ്റുപ്പത്തിനകത്ത് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി പോയിന്റുകളും വെച്ചിട്ടും അതുപോലെ തന്നെ പതിറ്റുപ്പത്തിന്റെ ആ ഒരു കാര്യം വന്ന സമയത്ത് ഈ 10 രാജാക്കന്മാരെ കുറിച്ചുള്ള ഇതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ, നമ്മുടെ സൂം ലൈവിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മൾ 2 മാർക്കിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി എന്താണ്? 5 മാർക്കിന്റെ സെക്ഷനിലേക്ക് കടക്കുകയാണ്. അപ്പൊ 5 മാർക്കിന് എന്താണ്? ഒരു പുറത്തിലാണ് എഴുതേണ്ടത്. 6 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതി അല്ലെ. അപ്പൊ എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? എന്താണ്? പ്രാചീന തമിഴ് കൃതികൾ ചരിത്ര രചനോപാദാനങ്ങൾ എന്ന നിലയിൽ പ്രധാനമാകുന്നത് എങ്ങനെ? എന്താണ്? കേരള ചരിത്രത്തിന്റെ ഉപാദാനം എന്നുള്ള നിലയിൽ തമിഴ് കൃതികൾ, പ്രാചീന തമിഴ് കൃതികൾ എങ്ങനെയാണ് പ്രധാനമാകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ആദ്യത്തെ ബ്ലോക്ക് തന്നെയാണ് അല്ലെ. കേരളത്തിന്റെ ഉപാദാന സാമഗ്രികൾ എന്ന് പറയുന്നതിൽ നമ്മൾ ശാസനങ്ങള്, നാണയങ്ങള്, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് കൃതികള്, മലയാളം കൃതികള്, എന്താണ് മഹാശിലാവശിഷ്ടങ്ങള്, സംസ്കൃതം കൃതികള്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. അപ്പൊ എന്തായാലും ഈ തമിഴ് കൃതികളെ കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് സൂം ലൈവിനകത്ത്. അപ്പൊ എന്താണ്? പഴയ തമിഴ് കൃതികളിൽ നിന്നും പ്രാചീന കേരളത്തെ സംബന്ധിക്കുന്ന നിരവധി സൂചനകൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ തമിഴ് വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള തൊൽക്കാപ്യത്തിൽ കേരള പരാമർശമുണ്ട്. അപ്പോൾ തമിഴിലെ വ്യാകരണ ഗ്രന്ഥം ആണ് തൊൽക്കാപ്യം എന്ന് പറയുന്നത്. അതിനകത്ത് കേരളത്തെ കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ക്രിസ്തുവർഷം ആദ്യ ശതകത്തിൽ തമിഴകത്തിൽ നിലനിന്നിരുന്ന സാഹിത്യ വിഭാഗമായിട്ടുള്ള സംഘ സാഹിത്യം കേരള ചരിത്ര നിർമ്മിതിക്ക് വിലപ്പെട്ട വസ്തുതകളാണ് പ്രദാനം ചെയ്തത് എന്ന് നമുക്ക് പ്രധാനമായിട്ടും പറയാവുന്നതാണ് അല്ലെ. കാരണം സംഘം കൃതികൾ എന്ന് പറയുന്നത്
കൃതികളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ അതിനകത്ത് അകനാനൂറ്, പുറനാനൂറ്, ചിലപ്പതികാരം, പതിറ്റുപത്ത്, ഇത് മാത്രമൊന്നല്ല കേട്ടോ. എന്താണ് എട്ടുതൊകെ, 11 കീഴ്കണക്ക്, പിന്നെ എന്താണ് ചിലപ്പതികാരം നമ്മൾ പറഞ്ഞു, മണിമേഖല തുടങ്ങിയിട്ടുള്ള ഒരുപാട് കൃതികൾ, തമിഴ് കൃതികൾ ഉണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഇത്ര മാത്രമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, എന്നാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വിശദീകരിച്ച് എഴുതാം കേട്ടോ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ നന്നായിട്ടൊന്ന് വിശദീകരിച്ച് എഴുതാണ്. 5 മാർക്കിന്റെ ആണ്. അപ്പോൾ കുറച്ചധികം ഒന്ന് വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട്. ആദ്യം കേരളത്തിന്റെ ഉപാദാന സാമഗ്രികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് തമിഴ് കൃതികളിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് സെറ്റാക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ കാര്യവും നമ്മൾ ഓൾറെഡി സൂം ലൈവിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പുന്നപ്ര വയലാർ സമരത്തിന്റെ ആധാരമായിട്ടുള്ള ചരിത്ര കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്തിനാണ് ഈ പുന്നപ്ര വയലാർ സമരം നടത്തിയിട്ടുള്ളത്, അതിന്റെ കാരണങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതെന്താണ്, 1920കളിലും 2ാം ലോക മഹായുദ്ധകാലത്തും ലോകത്തെ ബാധിച്ച സാമ്പത്തിക മാന്ദ്യം തിരുവിതാംകൂറിലെ തൊഴിലാളി മേഖലകളിൽ രൂക്ഷത പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാമ്പത്തിക മാന്ദ്യം, 2ാം ലോക മഹായുദ്ധത്തിന്റെ പരിണിത ഫലമായിട്ട് വന്നിട്ടുള്ള ആ ഒരു സാമ്പത്തിക മാന്ദ്യം തൊഴിലാളി വിഭാഗങ്ങളെല്ലാം എന്താണ് രൂക്ഷമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ കുറഞ്ഞ വേതനവും ഉയർന്ന വിലയും സാമാന്യ ജനത്തെ ഞെരുക്കിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ആ ഒരു സാഹചര്യമാണ് പറയുന്നത്, ആ ഒരു കാരണങ്ങളാണ്, ആ പുന്നപ്ര വയലാർ സമരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള ആ കാരണങ്ങളാണ് നമ്മൾ വിശദീകരിച്ച് പറയേണ്ടത്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് കേരളത്തിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള സമരം നടക്കുന്നത്. അപ്പോൾ എന്താണ്, ഉത്തരവാദിത്വ ഭരണം വേണം, അല്ലെങ്കിൽ ഈ ഒരു സാമ്പത്തിക മാന്ദ്യം ഒക്കെ അനുഭവിക്കുന്ന ഈ ഒരു പരിതസ്ഥിതിയിൽ എന്താണ് തൊഴിലാളികൾക്ക് കുറച്ചുകൂടി വേതനമൊക്കെ ലഭിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എന്താണ് കേരളത്തിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ എന്താണ് ഈ ഒരു സമരം ആരംഭിക്കുകയാണ്. അപ്പോൾ ഇത് ആലപ്പുഴയിലെ വയലാറിലും പുന്നപ്രയിലും ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ പൊതുജനവികാരം വളർത്തി. അപ്പോൾ ഇവര് കേരളത്തിലെ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സമരം ഉണ്ടായി. ആ ഒരു സമരം എന്ന് പറയുന്നത് ആലപ്പുഴയിലുള്ള വയലാറിലെയും പുന്നപ്രയിലെയും ദിവാൻ സർ CP രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരായിട്ട് അവിടെയുള്ള ജനങ്ങളിലും എന്താണ് ഇതിനെതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കണം എന്നുള്ളൊരു നില വന്നു. അങ്ങനെ 1942 തിരുവിതാംകൂർ ട്രേഡ് യൂണിയൻ നിലവിൽ വരികയാണ്. അവകാശങ്ങൾക്കായി സംഘടിക്കുന്നതിനും ഗുണ്ടകളുടെ ആക്രമണങ്ങളെ ശാരീരികമായി നേരിടാനും ഒക്കെ തൊഴിലാളികൾ തയ്യാറായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ആലപ്പുഴ ജില്ലയിൽ പല ഭാഗത്തും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആലപ്പുഴയിലെ കടലോര ഗ്രാമമായിട്ടുള്ള പുന്നപ്ര വയലാറിലായിരുന്നു ആദ്യം സമരം തുടങ്ങിയത്. അപ്പൊ അങ്ങനെയാണ് പുന്നപ്ര വയലാർ സമരം ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതിനകത്ത് എഴുതാനുള്ളത്. അപ്പൊ നമ്മൾ ഇതും ഈ ക്വസ്റ്റ്യനും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയാണ്, സൂം ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് വിശദമാക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ആ ഒരു കാര്യം റെഡിയായി. അപ്പൊ അതും നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചും ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ചും നമ്മൾ യൂട്യൂബ് ലൈവിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത് അതിന് കാരണമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിനകത്ത് വൈക്കം സത്യാഗ്രഹം എന്താണ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അത് വായിച്ചാൽ തന്നെ അതിന്റെ കാരണം എന്താണെന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യവുമാണ് അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ ഒരു സംഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ഐത്തം, തീണ്ടൽ എന്നീ അനാചാരങ്ങളും സാമൂഹിക ഉച്ചനീചത്വങ്ങളും നിലനിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തില് നമ്പൂതിരി, ക്ഷത്രിയർ, നായന്മാർ, നസ്രാണികൾ, ഈഴവർ, എഴുത്തച്ഛൻ, വിശ്വകർമ്മജർ, നാടാർ, അരയർ, പുലയർ, പാണർ തുടങ്ങിയവർ ക്രമം പോലെ താഴോട്ട് തൊട്ടുകൂടായ്മ വെച്ച് പുലർത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം. അപ്പൊ ആ ഒരു കാര്യം നമ്മൾ എഴുതേണ്ടതുണ്ട്. പിന്നെ എന്താണ്, ചില വഴികളിൽ ഈഴവർക്ക് പ്രവേശിക്കാമായിരുന്നെങ്കിലും അത്
താഴെയുള്ളവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാ വഴികളിലൂടെയൊന്നും പോകാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. അപ്പൊ ഇത്തരം വഴികളിൽ ഈഴവർക്കും സവർണരായവർ പോകുമ്പോൾ വഴി മാറിക്കൊടുക്കേണ്ടി വന്നിരുന്നു. സവർണ ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെയുള്ള വീഥികളിലാകട്ടെ ഈഴവരെയും വിലക്കിയിരുന്നു. അപ്പൊ സവർണർക്ക് മാത്രമായിരുന്നു സവർണ ക്ഷേത്രങ്ങളുടെ മുന്നിലൂടെയൊക്കെ നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് എല്ലാവരെയും ഒഴിവാക്കിയിരുന്നു, അതിലൂടെ ഒന്നും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ അഹിന്ദുക്കളായിട്ടുള്ള ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ വിലക്ക് ബാധകമായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോ ഈ ഹിന്ദു വിഭാഗത്തിലാണല്ലോ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും ഈ പ്രശ്നമൊന്നുമില്ല, കാരണം അവർക്ക് ക്ഷേത്രത്തിന് മുന്നിലുള്ള വഴിയിലൂടെയൊക്കെ നടക്കാം. ഈ കാര്യം അവർണ വിഭാഗങ്ങളെ കൂടുതൽ അപമാനിതരാക്കി എന്ന് പറയുന്നുണ്ട്. കാരണം അവർക്ക് നടക്കാമെങ്കിൽ തങ്ങൾക്ക് നടന്നാൽ എന്താണ് പ്രശ്നം എന്നുള്ളൊരു രീതിയിൽ ഭയങ്കര ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ശരിയാണല്ലേ, കാരണം ക്രിസ്ത്യാനികൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കും ഒക്കെ നടക്കാമെങ്കിൽ മനുഷ്യരായിട്ടുള്ള മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് നടന്നുകൂടാ എന്ന് അവരും ചിന്തിച്ചു. അങ്ങനെ ക്ഷേത്രത്തെ തീണ്ടാതെ നടക്കാനായി അവർണ യാത്രക്കാർക്ക് 2-3 മൈൽ ദൈർഘ്യം കൂടുതലുള്ള വഴിയെ ചുറ്റി വളഞ്ഞു യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വഴി മുന്നിലൂടെ ഉള്ളപ്പോൾ പോലും അതിലൂടെ നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഒരുപാട് ദൂരം കൂടുതൽ അവർക്ക് നടക്കേണ്ടി വന്നു എന്നുള്ളതാണ്. അങ്ങനെ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളിൽ അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തിയിട്ടുള്ള സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1924-25 നടന്ന വൈക്കം സത്യാഗ്രഹം ആയിരുന്നു ഐത്തോച്ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെയാണ് എന്താണ് വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നയിച്ചിട്ടുള്ള ഒരു സംഭവങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ പിന്നെയും കുറച്ച് സംഭവങ്ങളുണ്ട് വൈക്കത്ത് നടന്നിട്ടുള്ളത്. അയ്യങ്കാളി കാളവണ്ടിയിൽ പോകുന്ന സമയത്ത് അയ്യങ്കാളിയെ അവിടുന്ന് ഇറക്കിച്ചിരുന്നു, പിന്നെ അതിലൂടെ പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അയ്യങ്കാളിയെ തടഞ്ഞിരുന്നു എന്നുള്ളൊരിതുണ്ട്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു പോകുന്ന സമയത്തും ശ്രീനാരായണ ഗുരുവിനെയും തിരിച്ചയച്ചിരുന്നു എന്നുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിന് കാരണമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് എഴുതുന്ന സമയത്ത് എഴുതാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം അല്ലെ, ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴിയിലൂടെ നടക്കാൻ സമ്മതിക്കാത്തതുകൊണ്ടാണ് ആ ഒരു വൈക്കം സത്യാഗ്രഹം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് നമുക്കൊന്ന് വിശദീകരിച്ച് ആ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളും ഒക്കെ കൂടി ഒന്ന് എടുത്തെഴുതി നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ കാര്യം വൈക്കം സത്യാഗ്രഹത്തെ കുറിച്ചും ഗുരുവായൂർ സത്യാഗ്രഹത്തെ കുറിച്ചും നമ്മൾ ഓൾറെഡി യൂട്യൂബ് ലൈവിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കേരള നവോത്ഥാനത്തിൽ പൊയ്കയിൽ അപ്പച്ചന്റെ സ്ഥാനം അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രീ ശങ്കരാചാര്യരെ കുറിച്ചും അതുപോലെ തന്നെ മക്തി തങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ എന്താണ്, പൊയ്കയിൽ അപ്പച്ചനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്താണ് കേരള നവോത്ഥാനത്തിൽ പൊയ്കയിൽ അപ്പച്ചന്റെ സ്ഥാനം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാം പൊയ്കയിൽ കുമാരഗുരു എന്ന പേരിലും പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിലും പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിലും ഒക്കെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അല്ലെ. അപ്പോൾ ഇരവിപേരൂരിൽ ജനിച്ച കുമാരൻ എന്ന ബാലൻ ക്രിസ്തുമതം സ്വീകരിച്ച് യോഹന്നാനായി. മാർത്തോമ സഭാംഗമായിരുന്ന അദ്ദേഹം മികച്ച പ്രാസംഗികനും സഭാ സംഘാടകനുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ്, പൊയ്കയിൽ അപ്പച്ചൻ മികച്ച പ്രാസംഗികനും സഭാ സംഘാടകനും ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കാണുനീലരക്ഷരവും എന്ന പാട്ട് എഴുതിയിട്ടുള്ള, കാണുനീലരക്ഷരവും എന്റെ വംശ പറ്റി എന്ന് പറയുന്ന ഒരു കവിത എഴുതിയിട്ടുള്ള ആളുകൂടിയാണ് അല്ലേ. അപ്പോൾ പിന്നെന്താണ്, പൊയ്കയിൽ കുമാര ഗുരുദേവൻ ആണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ പിതാവ്. അപ്പൊ പ്രത്യക്ഷ രക്ഷാ ദേവസഭയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സൂം ലൈവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ കുമാര ഗുരുദേവനാണ് പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ പിതാവ്. അടിമത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന പൊയ്കയിൽ യോഹന്നാൻ PRDS അതായത് പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് 1909 എന്ന് പറയാം. ആ ഒരു 1909 പ്രത്യക്ഷ രക്ഷാ സഭ സ്ഥാപിച്ചത്. പിന്നെന്താണ്, കേരളത്തിലുണ്ടായ നവോത്ഥാന പ്രവർത്തനങ്ങളെ അതേപടി പിന്തുടരുന്ന സാമൂഹിക വ്യതിയാനങ്ങളെ അധസ്ഥിതരുടെ പക്ഷത്തു നിന്ന് കാണാനും വിലയിരുത്താനും ശ്രമിച്ചു എന്നതാണ് കുമാരഗുരുവിന്റെ നേട്ടം. അതായത് താഴേക്കടിയിലുള്ള അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെട്ടവരുടെ പക്ഷത്തു നിന്നാണ് കുമാരഗുരുദേവൻ എല്ലാം നോക്കി കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, കേരളത്തിലെ നവോത്ഥാന കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നവോത്ഥാന നായകൻ തന്നെയാണ് പൊയ്കയിൽ അപ്പച്ചൻ എന്ന് നമുക്ക് പറയാവുന്നതാണ്.
എന്നുള്ളതാണ്. പിന്നെ എന്താണ്, കേരളത്തിൽ പൊതുനിരത്തുകളിൽ സഞ്ചാര സ്വാതന്ത്ര്യം പോലും കീഴാളർക്ക് നിഷേധിക്കപ്പെട്ട കാലം 1914 ലോക സമാധാന യാത്ര നടത്താൻ പ്രത്യക്ഷരക്ഷാ ദേവസഭയ്ക്ക് കഴിഞ്ഞത് അവർ വിശ്വമാനവികതയിൽ അടിയുറച്ച് നിന്നതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിശ്വമാനവികതയിൽ നിൽക്കുന്ന ഒരു ആളും കൂടിയാണ് ഈ പൊയ്കയിൽ അപ്പച്ചൻ, അല്ലെങ്കിൽ പ്രത്യക്ഷരക്ഷാ ദൈവസഭ അങ്ങനെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം കൂടിയാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ കേരളീയ നവോത്ഥാനത്തില് പ്രത്യേകമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം തന്നെ പൊയ്കയിൽ അപ്പച്ചനും അതുപോലെ തന്നെ പ്രത്യക്ഷരക്ഷാ ദൈവസഭയ്ക്കും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമ്മളവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് സൂം ലൈവിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പ്രത്യക്ഷരക്ഷാ ദൈവസഭയെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്, 15 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അതിൽ 3 പുറത്തിലൊക്കെ ഉത്തരം എഴുതേണ്ടത് കുറച്ചൊന്ന് വിശദീകരിച്ച് നമ്മൾ എഴുതേണ്ടതുണ്ട്. അപ്പോൾ എന്താണ്, നമുക്ക് ആകെ 2 ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടതുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് ചോദ്യം? പെരുമാൾ വാഴ്ചയെ കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ എന്താണ്, പെരുമാൾ വാഴ്ചയെ കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ, എങ്ങനെയായിരുന്നു പെരുമാൾ വാഴ്ച എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് എഴുതേണ്ടത്. 9-10 ശതകങ്ങൾ കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിലെ സുവർണ യുഗമാണ് എന്നാണ് പറയുന്നത്. മഹോദരപുരം കേന്ദ്രമാക്കിയിട്ടുള്ള 2ാം ചേര സാമ്രാജ്യം കേരളത്തിൽ ആദ്യമായി ഒരു ഏകീകൃത ഭരണം കാഴ്ചവെച്ചു. അതുപോലെ എന്താണ്, ശ്രീ ശങ്കരാചാര്യർ, കുലശേഖര ആഴ്വാർ, ചേരമാൻ പെരുമാൾ നായനാർ തുടങ്ങി അനേകം പ്രമുഖർ ഒന്നിച്ചുദയം ചെയ്തത് ഈ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പെരുമാൾ വാഴ്ച കാലഘട്ടത്തിലാണ് ഇത്രയും പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ, അവരുടെയൊക്കെ കാലഘട്ടവും അത് തന്നെയാണ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ്, കേരളത്തിലെ സാമ്പത്തിക നില വളരെ ഭദ്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് ആ ഒരു കാലഘട്ടത്ത്. അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയാർ, പട്ടണസ്വാമികൾ, നാനാദേശികൾ എന്നീ കച്ചവട സംഘടനകൾ വിദേശ രാജ്യങ്ങളുമായി വാണിജ്യ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഈ വ്യാപാര സംഘടനകളും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക നില വളരെ ഭദ്രമായിട്ടുള്ളത് ഇത്തരത്തിലുള്ള വ്യാപാരം കൊണ്ടാണ് അല്ലെ. അപ്പോൾ ആ ഒരു കാര്യം, പെരുമാൾ വാഴ്ച കാലത്ത് അത്തരം വ്യാപാരങ്ങളൊക്കെ വളരെ അധികമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ മഹോദയപുരം തലസ്ഥാനമാക്കി കേരളം വാണിരുന്ന കുലശേഖരന്മാർ രാജ്യത്തെ ഐശ്വര്യത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. പിന്നെ എന്താണ്, 9-10 നൂറ്റാണ്ടുകളിൽ കേരളം സ്ഥാണുരവിവർമ്മ, ഗോദരവിവർമ്മ, ഇന്ദുഗോദവർമ്മ, ഭാസ്കര രവിവർമ്മ എന്നിവരുടെ ഭരണത്തിന് കീഴിൽ രാജ്യം സാമ്പത്തികമായിട്ട് ഭദ്രമായിരുന്നു. അപ്പൊ ഇവരൊക്കെയാണ് ആ ഒരു പെരുമാൾ വാഴ്ച കാലത്ത് ഭരിച്ചിരുന്ന രാജാക്കന്മാർ. അപ്പൊ ഇവരുടെയൊക്കെ സ്ഥാണുരവിവർമ്മ, ഗോദരവിവർമ്മ, സ്ഥാണുരവിവർമ്മയുടെ ഒക്കെ തരിസാപ്പിള്ളി ശാസനമൊക്കെ നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇവരൊക്കെ എന്താണ്, ഈ ഒരു ഭരണം അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തിക്കാൻ വളരെയധികം പ്രയത്നിച്ചു. ഇവരുടെയൊക്കെ ഭരണകാലത്ത് അത്തരത്തിൽ വളരെയധികം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ വേണാട്, ഓടനാട്, വള്ളുവനാട്, ഏറനാട് എന്നിങ്ങനെ സ്വയംഭരണ സ്വഭാവത്തോടു കൂടിയ പല നാടുകളായിട്ട് ഈ രാജ്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ നാടും നാടുവാഴികളുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പെരുമാൾ വാഴ്ച കാലത്ത് വിദ്യാഭ്യാസം, കല എന്നുള്ള ഒരു രീതിയിൽ ബുദ്ധവിഹാരങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിലെ എന്താണ്, വിദ്യാലയങ്ങളൊക്കെ ബുദ്ധമതത്തിന്റെ കീഴിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അഭിവൃദ്ധി വിദ്യാഭ്യാസത്തിലും കലയിലും ഒക്കെ മികച്ച ഒരു നൈപുണ്യം ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ശില്പകലയും കൊത്തുപണികളും ഒക്കെ ക്ഷേത്രങ്ങളിലൊക്കെ ആ ഒരു ശില്പം, ദൈവങ്ങളുടെ ശില്പങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തിലും മുൻപന്തിയിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം പറയുന്നു. പിന്നെ സാഹിത്യം, നൃത്തം തുടങ്ങിയവയിലും മികച്ച നിലവാരം പുലർത്തിയിട്ടുണ്ട് ആ ഒരു കാലഘട്ടത്തില്. പിന്നെ ഈ കാലഘട്ടം വിദ്യാഭ്യാസത്തിനും വാണിജ്യത്തിനും കലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുക വഴി രാജ്യത്തിന് സമഗ്രമായ വികസനം കൈവരിക്കുന്നതിന് സാധിച്ചു എന്ന് പറയാം. അപ്പൊ ഏകദേശം ഒരു കാര്യത്തിന് മാത്രമല്ല ഇവിടെ പ്രാധാന്യം, എല്ലാ കാര്യത്തിനും വിദ്യാഭ്യാസം, കല, സാഹിത്യം, പിന്നെ വ്യാപാരം, വാണിജ്യം തുടങ്ങിയിട്ടുള്ള എല്ലാത്തിലും എന്താണ് തുല്യമായിട്ടുള്ള ഒരു പ്രാധാന്യം ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ വിമർശനാത്മകമായിട്ട് കാണുക എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും 9-10 നൂറ്റാണ്ടുകളിലെ കുലശേഖരന്മാരുടെ ഭരണത്തിന് കീഴിൽ ഉള്ള ചേര സാമ്രാജ്യവും അതിനെ തുടർന്ന് ഉണ്ടായെന്ന് പറയപ്പെടുന്ന നൂറ്റാണ്ട് യുദ്ധവും ഇളംകുളം കുഞ്ഞൻ പിള്ളയുടെ സാങ്കല്പിക സൃഷ്ടിയാണെന്ന അഭിപ്രായവും ഗവേഷകരുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ്. അപ്പൊ ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ
ആ ഒരു കൃതിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇതിൽ അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും എന്താണ് ഇളംകുളം കുഞ്ഞൻപിള്ളയുടെ സാങ്കല്പിക സൃഷ്ടിയാണെന്ന് പല ഗവേഷകരും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. PK ബാലകൃഷ്ണനെ പോലുള്ള ഗ്രന്ഥകർത്താക്കൾ ഇക്കാര്യം വസ്തുതകൾ സമർത്ഥിച്ച് വിവരിക്കുന്നുണ്ട് എന്ന് കൂടി പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് പെരുമാൾ വാഴ്ചയുടെ വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എന്താണ് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഫസ്റ്റ് സെം MA മലയാളത്തിന്റെ ഗ്രൂപ്പിനകത്ത് ഒരു വോയിസ് ആയിട്ട് തന്നെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പെരുമാൾ വാഴ്ചയുടെ വ്യത്യസ്ത വീക്ഷണങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് കേരളത്തിലെ ജാതി വ്യവസ്ഥയുടെ ഉദ്ഭവവും വളർച്ചയും വിശദീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ജാതി വ്യവസ്ഥ ആണല്ലോ, അത് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പൊ എന്താണ് ഇന്ത്യയിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. പിന്നെയോ നാടുവാഴി ജന്മിത്ത സമ്പ്രദായങ്ങളുടെ ഉദയത്തോടെയാണ് കേരളത്തിൽ ജാതി വ്യവസ്ഥ രൂപപ്പെടുന്നത്. അപ്പൊ നാടുവാഴികളുടെയും ജന്മിത്ത സമ്പ്രദായങ്ങളൊക്കെ വന്ന സമയത്താണ് ഈ ജാതി വ്യവസ്ഥയും ഉടലെടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് പറയാം. അപ്പൊ ബുദ്ധമതത്തിന്റെ പ്രഭാവകാലം അവസാനിക്കുന്നത് വരെ കേരളത്തിൽ ജാതി ഉണ്ടായിരുന്നില്ല. ബുദ്ധമതമുള്ള സമയത്തൊന്നും ജാതി ഉണ്ടായിരുന്നില്ല. പറയൻ, പാണൻ, ചാൻറോൺ എന്നിങ്ങനെയുള്ള പേരുകൾ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ ജനസമൂഹങ്ങളെ സൂചിപ്പിക്കുക മാത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം പേരുകൾ പറയൻ, അതുപോലെ തന്നെ പാണൻ തുടങ്ങിയിട്ടുള്ള പേരുകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതൊക്കെ തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള പേരുകളായിരുന്നു, അങ്ങനെ സൂചിപ്പിച്ചതായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയാണത് ജാതിയുടെ അടിസ്ഥാനത്തിലേക്ക് മാറിയിട്ടുള്ളത്. അപ്പൊ 8ാം നൂറ്റാണ്ട് കഴിയുന്നതോടെ സാമൂഹികമായും സാംസ്കാരികമാണ് കേട്ടോ, സാംസ്കാരികമായും എന്നാണ് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, സാംസ്കാരികമായും രാഷ്ട്രീയമായും ബ്രാഹ്മണർ മേൽക്കൈ നേടിയിട്ടുണ്ട്. അതോടെ ജാതി വ്യവസ്ഥയും ആരംഭിച്ചു. അപ്പൊ ബ്രാഹ്മണരുടെ ഒക്കെ വരവോട് കൂടിയിട്ട് എന്താണ് 8ാം നൂറ്റാണ്ടൊക്കെ കഴിയുന്നതോട് കൂടിയിട്ട് സാമൂഹികമായിട്ടും സാംസ്കാരികമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഒക്കെ ബ്രാഹ്മണരാണ് അവിടെ രാജാക്കന്മാർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ അങ്ങനെയാണ് ജാതി വ്യവസ്ഥ ആരംഭിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. ശൈവ വൈഷ്ണവ മതാനുയായികൾ ബ്രാഹ്മണരെ അനുകൂലിച്ചവരും ബുദ്ധ ജൈന മത അനുയായികൾ ഇവരെ പ്രതികൂലിച്ചവരുമാണ്. അപ്പോൾ നമുക്കറിയാം ശൈവ വൈഷ്ണവ മതവും അതുപോലെ തന്നെ ബുദ്ധ ജൈന മതവും ഉണ്ടായിരുന്നു. അപ്പൊ ശൈവ വൈഷ്ണവ മതക്കാര് എന്താണ് ഈ ബ്രാഹ്മണരെയൊക്കെ അനുകൂലിക്കുകയും ബുദ്ധ ജൈന മതക്കാര് ഇവരെയൊക്കെ പ്രതികൂലിക്കുകയും ചെയ്തു. അങ്ങനെ ശൈവ വൈഷ്ണവ മതാനുയായികളൊക്കെ ഹിന്ദു മതക്കാരായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. മറ്റുള്ളവരൊക്കെ ഹിന്ദു മതത്തിന് പുറത്തുള്ളവരെ ബുദ്ധമതവും ജൈനമതവും ഒക്കെ ഹിന്ദു മതത്തിന് പുറത്തുള്ളവരായിട്ട് മാറി. അങ്ങനെ ക്രമേണ ഹിന്ദുമതം സ്വീകരിച്ചവരെ വർണ്ണങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നൊക്കെ പറഞ്ഞിട്ട് 4 ചാതുർവർണ്ണ വ്യവസ്ഥ ആയിട്ട് വർണ്ണങ്ങളായിട്ട് വിഭജിച്ചു. അതുവരെയുള്ളത് ഓക്കെ, അതിന് പുറത്തും ഒരുപാട് പേരുണ്ടായിരുന്നു എന്നുള്ളത്. അവരെയാണ് നമ്മൾ അവർണർ എന്ന് ഉള്ള പേരിലൊക്കെ വിളിക്കുന്നത്. അപ്പോൾ എടുത്തതിൽ എന്താണ് ഈ ഒരു ജാതി വ്യവസ്ഥ കേട്ടോ, ജാതി വ്യവസ്ഥ രൂപപ്പെടുത്തിയെടുത്തതിൽ പന്തിരാണ്ട് സഭകൾക്ക് സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്. അത് പന്തിരാണ്ട് സഭകൾ എന്ന് പറയുന്ന ഒരു സഭയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജാതി വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ടുള്ളതിൽ ഇവർക്ക് ഭയങ്കര സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടെന്നാണ് പറയുന്നത്. പന്തിരാണ്ട് സഭകളുടെ പ്രവർത്തന ഫലമായാകാം തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ നിലവിൽ വന്നതും തീണ്ടലും തൊടിയിലും രൂക്ഷമായി തീർന്നതും. അപ്പോൾ അതില് എന്താണ് പന്തിരാണ്ട് സഭകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ ഉച്ചനീചത്വങ്ങളും അതുപോലെ തന്നെ തീണ്ടലും തൊടിയിലും ഒക്കെ വളരെ രൂക്ഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ജാതി വ്യവസ്ഥ ദൃഢപ്പെടുകയും ജാതി ശ്രേണിയിൽ മേൽത്തട്ടുകാരായി വിഭജിക്കുകയും ചെയ്ത ബ്രാഹ്മണർ കീഴ്ത്തട്ടിലുള്ള ജനവിഭാഗങ്ങളെയൊക്കെ അടിച്ചമർത്തി ജീവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവർണർക്ക് എല്ലാവിധ സാമൂഹിക നീതികളും പൊതുമര്യാദകളും വിലക്കപ്പെട്ടിട്ടുണ്ട്. പൊതുവഴി നടക്കാനോ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനോ അനുവാദം ഉണ്ടായിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അക്കാലത്ത് നിലനിന്നിരുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. പിന്നെ എന്താണ് പുലയർ, പറയർ, ചെറുമർ തുടങ്ങിയ സമുദായക്കാരെ കാർഷിക അടിമകളായിട്ട് കരുതി വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിമ കച്ചവടം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ 19ാം നൂറ്റാണ്ട് വരെ ജാതി വിവേചനവും ജാതി പീഡനവും
അതിശക്തമായിട്ട് നിലനിന്നിട്ടുണ്ട്. പാശ്ചാത്യ മിഷണറിമാരുടെയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയിട്ടുള്ള നവോത്ഥാന നായകന്മാരുടെയും ഒക്കെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് കേരളത്തെ ജാതി ഭ്രാന്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് നന്നായിട്ട് വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് പകുതിയിലധികം മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ സൂം ലൈവിലും യൂട്യൂബ് ലൈവിലും പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പൊ അതൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എന്തായാലും പകുതിയിലധികം മാർക്ക്, ഒരു 43 മാർക്കോളം നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിച്ച് നോട്ട്സ് ഒക്കെ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 70 മാർക്ക് തന്നെ നമുക്ക് സ്കോർ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതി എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതുപോലെ നമുക്ക് ഇനി അടുത്ത എക്സാമിനൊക്കെ നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നല്ല രീതിയിലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ.